ഇതൊരു കഥയാണ്. തന്റെ ഭർത്താവ് എപ്പോഴും രോഗിയായിരുന്നതിനാൽ അയാളിലൊട്ടും സന്തോഷവതിയായിരുന്നില്ല ഒരു സ്ത്രീയുടെ കഥ. അതിനാൽ സ്വന്തം ആവശ്യങ്ങൾ നിറവേറ്റാൻ അവൾ ഭർത്താവിന്റെ സുഹൃത്തുക്കളുമായി ബന്ധം സ്ഥാപിക്കുന്നു. അതിനുശേഷം അവർ ഇരുവരും രാവും പകലും പരസ്പരം ദാഹം തീർക്കുന്നു. അത്രയുമല്ല, തന്റെ ഭർത്താവ് അവർക്കിടയിൽ ഒരു തടസ്സമാകുകയാണെന്ന് അവൾക്ക് തോന്നുമ്പോൾ അവൾ ഭർത്താവിനോട് എന്തു ചെയ്യുന്നുവെന്ന് നമുക്ക് കാണാം. കഥയുടെ തുടക്കത്തിൽ ജെക്ക് എന്നു പേരുള്ളൊരാളെ നമ്മൾ കാണുന്നു. അദ്ദേഹം മകളെയും കൊണ്ട് സഹോദരിയുടെ അടുത്തേക്ക് പോകുകയാണ്. ജെക്ക് തന്റെ സഹോദരി എമ്മയോട് പറയുന്നു, എന്റെ ഭാര്യ മരിച്ചുപോയി, അതുകൊണ്ട് ഇനി എനയെ മകൾ നീ നോക്കണം. ജെക്ക് കുറച്ച് പണം എമ്മയ്ക്ക് കൊടുത്തിട്ട് എനയെ പെട്ടെന്ന് കൂട്ടിക്കൊണ്ടുപോകാൻ വരുമെന്ന് പറയുന്നു. എമ്മയ്ക്ക് റോണി എന്നൊരു മകനുണ്ട്. റോണിക്ക് എപ്പോഴും അസുഖമായിരുന്നു. എമ്മയുടെ വീട് വലുതായിരുന്നില്ല, അതുകൊണ്ട് എനിക്ക് റോണിയോടൊപ്പം കിടക്കേണ്ടി വന്നു. ഇവിടെ വന്ന ശേഷം എന ഒട്ടും സന്തോഷവതിയായിരുന്നില്ല. അവൾ എപ്പോഴും അച്ഛനെ ഓർത്ത് ദുഃഖിതയായിരുന്നു. തന്റെ അച്ഛൻ ഒരു ദിവസം തന്നെ തിരികെ കൊണ്ടുപോകാൻ വരുമെന്ന് എന വിശ്വസിച്ചു. എന്നാൽ അത് ഒരിക്കലും സംഭവിച്ചില്ല. ഇങ്ങനെ സമയം കടന്നുപോയി. ഇപ്പോൾ എന യുവതിയായി. അവളിൽ തീ ആളിക്കെത്താൻ തുടങ്ങി. പക്ഷേ അത് അണയ്ക്കാൻ ആരുമുണ്ടായിരുന്നില്ല. ഒരു ദിവസം എന റോണിയുടെ അടുത്തേക്ക് പോയി അവനോട് തന്നെ ചുംബിക്കാൻ ആവശ്യപ്പെടുന്നു. എന്നാൽ റോണിക്ക് എനയുടെ വികാരം മനസ്സിലാക്കാൻ കഴിയുന്നില്ല. അതിനാൽ അവൻ അവളുടെ കവിളിൽ ഒരു ചുംബനം നൽകുന്നു. അതേസമയം എമ്മ വീടിന് പുറത്തേക്ക് വരുന്നു. എമ്മ എനയോട് പറയുന്നു, നിന്റെ ഡാഡിയുടെ ഒരു സുഹൃത്തിന്റെ കത്തെനിക്ക് കിട്ടി. നിന്റെ ഡാഡി ഇപ്പോൾ ഈ ലോകത്തില്ല. ഈ വാക്കുകൾ കേട്ട് എന വളരെയധികം ദുഃഖിതയാകുന്നു. കാരണം അവൾ തന്റെ അച്ഛനെ ഒരുപാട് സ്നേഹിച്ചിരുന്നു. കൂടാതെ എമ്മ എനയോട് പറയുന്നു, നമ്മൾ ഇനി പാരീസിലേക്ക് പോകുകയാണ്. കാരണം റോണിക്ക് അവിടെ ഒരു പുതിയ ജോലി കിട്ടിയിട്ടുണ്ട്. ഇതിനുശേഷം അവർ ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുമ്പോൾ റോണിയെ വിവാഹം കഴിക്കാൻ എമ്മ എനയോട് ആവശ്യപ്പെടുന്നു. എമ്മയുടെ വാക്കുകൾ കേട്ട് എന അമ്പരയ്ക്കുന്നു. കാരണം അവൾ ഒരിക്കലും അങ്ങനെ ചിന്തിച്ചിട്ടില്ല. എമ്മ എനയോട് പറയുന്നു, റോണിയും നീയും പരസ്പരം നന്നായി അറിയുന്നവരാണ്. അതുകൊണ്ട് നീ റോണിയെ നന്നായി ശ്രദ്ധിക്കും. ഇപ്പോൾ മനസ്സില്ലാ മനസ്സോടെയാണെങ്കിലും വേറെ വഴിയില്ലാത്തതിനാൽ എനിക്ക് റോണിയെ വിവാഹം കഴിക്കേണ്ടിവരുന്നു. അടുത്ത രംഗത്തിൽ നമ്മൾ അവരെ മൂന്നുപേരെയും പാരീസിൽ കാണുന്നു. അവിടെ റോണിയും ജോലിക്ക് പോകാൻ തുടങ്ങുന്നു. മറുവശത്ത് പാരീസിൽ വന്നിട്ടും എന ഒട്ടും സന്തോഷവതിയായിരുന്നില്ല. കാരണം അവൾക്കിവിടെ ഒട്ടും ഇഷ്ടപ്പെട്ടില്ല. അതേസമയം റോണിക്കും ഇപ്പോൾ ജോലി ഇഷ്ടപ്പെടുന്നില്ല. കാരണം അവന് ദിവസം മുഴുവൻ ഒരുപാട് ജോലി ചെയ്യേണ്ടി വന്നു. അവൻ വളരെ വൈകിയാണ് വീട്ടിലെത്തുന്നത്. പക്ഷേ പണം സമ്പാദിക്കാൻ വേറെ വഴിയില്ലാത്തതിനാൽ റോണിക്ക് ജോലി ഉപേക്ഷിക്കാൻ കഴിയുമായിരുന്നില്ല. ഒരു ദിവസം രാത്രി റോണി ജോലി കഴിഞ്ഞ് വീട്ടിൽ വരുമ്പോൾ എന റോണിയുടെ മുന്നിൽ വച്ച് വസ്ത്രങ്ങൾ അഴിച്ചുമാറ്റി അവളുടെ ഗുഹയിൽ സ്ഫോടനങ്ങൾ നടത്താൻ ആവശ്യപ്പെടുന്നു. കാരണം എനയിൽ കുറച്ച് ദിവസങ്ങളായി തീ ആളിക്കത്തുന്നുണ്ടായിരുന്നു. എന്നാൽ റോണി അവളുടെ ഗുഹയിൽ സ്ഫോടനങ്ങൾ നടത്താൻ വിസമ്മതിക്കുന്നു. കാരണം റോണി ചെറുപ്പം മുതലേ രോഗിയായിരുന്നു. അതുകൊണ്ട് എനയുടെ തീ കെടുത്താൻ അവന് ശക്തിയുണ്ടായിരുന്നില്ല. ഇത് കണ്ട് എന വളരെ ദുഃഖിതയാകുന്നു. അടുത്ത ദിവസം റോണി തന്റെ ഓഫീസിലെ സുഹൃത്തായ സീനുവിനെ വീട്ടിലേക്ക് കൊണ്ടുവരുന്നു. സീനു ഒരു ആർട്ടിസ്റ്റ് കൂടിയാണ്. അവർ എല്ലാവരും ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുന്നു. സീനുവിനെ കണ്ടപ്പോൾ എന അവനിലേക്ക് ആകർഷിക്കപ്പെടാൻ തുടങ്ങുന്നു. കാരണം സീനു ചുള്ളനായ ഒരു ചെറുപ്പക്കാരനായിരുന്നു. സീനുവും എനയെ ശ്രദ്ധിക്കുന്നു. ഭക്ഷണം കഴിച്ച ശേഷം റോണി സീനുവിനോട് തന്റെ ഒരു പെയിന്റിംഗ് വരയ്ക്കാൻ ആവശ്യപ്പെടുന്നു. അപ്പോൾ സീനു റോണിയുടെ പെയിന്റിംഗ് വരയ്ക്കാൻ തുടങ്ങുന്നു. ഇതിനിടയിൽ എനയും അവിടേക്ക് വരുന്നു. ഇവിടെയും എന സീനുവിനെ നോക്കുന്നു. ഇതിൽ നിന്ന് എന കുറച്ചു ദിവസങ്ങളായി ദാഹിച്ചു നടക്കുകയാണെന്ന് സീനുവിനും മനസ്സിലാകുന്നു. പെയിന്റിംഗ് വരച്ച ശേഷം സീനു റോണിയോട് പെയിന്റിംഗ് കാണാൻ പറയുന്നു. റോണിക്കത് വളരെ ഇഷ്ടപ്പെടുന്നു. ഇതിനുശേഷം റോണിയും എമ്മയും പുറത്ത് സാധനങ്ങൾ വാങ്ങാൻ പോകുന്നു. മുറിയിൽ എനയും സീനുവും മാത്രമായി. ഇതിനിടയിൽ സീനു എനയോട് അവളുടെ തണ്ണിമത്തൻ കാണിക്കാൻ ആവശ്യപ്പെടുന്നു. അപ്പോൾ എനയും പെട്ടെന്ന് സീനുവിന് അവളുടെ തണ്ണിമത്തൻ കാണിക്കാൻ തുടങ്ങുന്നു. കാരണം അവൾ നേരത്തെ തന്നെ തീ ആളിക്കെത്തുന്നുണ്ടായിരുന്നു. എനയുടെ വലിയ തണ്ണിമത്തൻ കണ്ട് സീനുവിന്റെ ആഗ്രഹങ്ങളും ഉണർന്നു. അതുകൊണ്ട് അവൻ നന്നായി എനയെ കുഴിക്കാൻ തുടങ്ങുന്നു. ഇങ്ങനെ എനയുടെ നല്ല ദിവസങ്ങൾ ആരംഭിക്കുന്നു. സീനുവിന് അവസരം കിട്ടുമ്പോഴെല്ലാം അവൻ എനയുടെ അടുത്തുവന്ന് അവളുടെ ഗുഹയിൽ ശക്തമായ സ്ഫോടനങ്ങൾ നടത്തുന്നു. ഈ ബന്ധം കുറച്ചു ദിവസങ്ങൾ നീണ്ടുപോയി. റോണിക്ക് നൽകാൻ കഴിയാതിരുന്ന സന്തോഷം എനിക്കിതിലൂടെ ലഭിച്ചു. എന ഇപ്പോൾ പൂർണ്ണമായും സീനുവിന്റെ പ്രണയത്തിലായിരുന്നു. അതിനാൽ അവൾ സീനുവിന്റെ ചേതനയിൽ നന്നായി സവാരി ചെയ്യുന്നു. സുഹൃത്തുക്കളെ, ഇതുവരെ നമ്മൾ കേട്ടിട്ടേ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പോൾ കണ്ടിരിക്കുന്നു. സുഹൃത്തല്ലാതായിരിക്കുന്നു. ഇപ്പോൾ റോണിക്കും തോന്നാൻ തുടങ്ങി എന തന്നിൽ സന്തോഷവതിയല്ല എന്ന്. കാരണം എന റോണിയുടെ മുന്നിൽ എപ്പോഴും സങ്കടപ്പെട്ടിരുന്നു. അടുത്ത ദിവസം റോണി ഇതേക്കുറിച്ച് തന്റെ സുഹൃത്ത് സീനുവിനോട് സംസാരിക്കുന്നു. സീനു റോണിയോട് പറയുന്നു, എനിക്ക് നിന്റെ സ്നേഹമാണ് ആവശ്യം. സീനുവിന്റെ വാക്കുകൾ കേട്ട് റോണിക്ക് താൻ എന്താണ് ചെയ്യേണ്ടതെന്ന് മനസ്സിലാകുന്നു. അതേ രാത്രിയിൽ റോണി വീട്ടിൽ വരുമ്പോൾ എനയെ സന്തോഷിപ്പിക്കാൻ അവൻ അവളുടെ ഗുഹയിൽ സ്ഫോടനങ്ങൾ നടത്താൻ ശ്രമിക്കുന്നു. എന്നാൽ റോണിക്ക് കൂടുതൽ നേരം പിടിച്ചു നിൽക്കാൻ കഴിയുന്നില്ല. അതിനാൽ എനിക്ക് സംതൃപ്തി ലഭിക്കുന്നില്ല. അടുത്ത ദിവസം സീനു എനയുടെ കൂടെയിരിക്കുകയാണ്. എന്നാൽ അപ്പോൾ എമ്മ അവരുടെ മുറിയിലേക്ക് വരുന്നുണ്ടെന്ന് അവർക്ക് മനസ്സിലാകുന്നു. അതിനാൽ എന പെട്ടെന്ന് സീനുവിനെ ഒളിപ്പിക്കുന്നു. എമ്മ എനിക്ക് ചായ കുടിക്കാൻ കൊടുത്തിട്ട് തന്റെ കൂടെ താഴേക്ക് വരാൻ പറയുന്നു. എന്നാൽ എന ഒഴികഴിവ് പറഞ്ഞുകൊണ്ട് എമ്മയോട് പറയുന്നു, എനിക്ക് തലവേദനയുണ്ട്, അതുകൊണ്ട് എനിക്ക് കുറച്ചുനേരം വിശ്രമിക്കണം.
ഇത് കേട്ട് എമ്മ എനയുടെ തലയിൽ മസാജ് ചെയ്യാൻ തുടങ്ങുന്നു. കുറച്ചുനേരം മസാജ് ചെയ്ത ശേഷം എമ്മ അവിടം വിട്ടുപോകുന്നു. അതേ രാത്രിയിൽ റോണി എനയോട് പറയുന്നു, നമ്മൾ ഇനി തിരിച്ച് നമ്മുടെ ഗ്രാമത്തിലേക്ക് പോകുകയാണ്. ഇത് കേട്ട് എന ആകെ പരിഭ്രാന്തയാകുന്നു. റോണിക്ക് തോന്നുന്നത് എന ഇവിടെ സന്തോഷവതിയല്ല എന്നാണ്. അതുകൊണ്ടാണ് അവൻ അവളെ ഗ്രാമത്തിലേക്ക് കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നത്. മറുവശത്ത് എന ചിന്തിക്കുന്നത് താൻ ഗ്രാമത്തിലേക്ക് പോയാൽ എന്നേക്കുമായി സീനുവിൽ നിന്ന് അകന്നുപോകുമെന്നാണ്. അതുകൊണ്ട് എന രാത്രി വൈകി റോണി ഉറങ്ങിയ ശേഷം വേഗം സീനുവിനെ കാണാൻ പോകുന്നു. എന സീനുവിനോട് പറയുന്നു, റോണി നമ്മളെ വീണ്ടും ഗ്രാമത്തിലേക്ക് കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നു. പക്ഷേ എനിക്കിനി ഒരിക്കലും നിന്നിൽ നിന്ന് അകന്നു നിൽക്കാൻ കഴിയില്ല. ഇതിന് സീനുവിനോട് പറയുന്നു, നമ്മൾ എങ്ങനെയെങ്കിലും റോണിയെ നമ്മുടെ വഴിയിൽ നിന്ന് മാറ്റണം. എങ്കിൽ മാത്രമേ നമുക്ക് എന്നേക്കുമായി ഒന്നിക്കാൻ കഴിയൂ. റോണിയെ കൊല്ലാൻ സീനുവിനയോട് ആവശ്യപ്പെടുന്നു. ഇത് കേട്ട് എന വിഷമിക്കുന്നു. റോണിയെ നമ്മൾ ഒരു അപകടത്തിൽ മരിച്ചതായി തോന്നുന്ന രീതിയിൽ കൊല്ലുമെന്ന് സീനുവിനെ പറഞ്ഞ് മനസ്സിലാക്കുന്നു. അപ്പോൾ എന വീട്ടിലേക്ക് വരുന്നു. എന്നാൽ റോണിയെ കൊല്ലാൻ അവൾക്ക് താൽപ്പര്യമില്ലാത്തതുകൊണ്ട് അവൾക്ക് രാത്രി മുഴുവൻ ഉറങ്ങാൻ കഴിഞ്ഞില്ല. എന്നാൽ മറുവശത്ത് അവൾ സീനുവിനെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് അവൾക്ക് ഇതെല്ലാം ചെയ്യേണ്ടിവരും. അടുത്ത ദിവസം സീനുവും എനയും റോണിയെയും കൂട്ടിപ്പുറത്ത് കറങ്ങാൻ പോകുന്നു. എന്നാൽ റോണി നടന്ന് തളർന്നുപോകുന്നു. അതുകൊണ്ട് അവൻ വഴിയിൽ വെച്ച് എനയുടെ മടിയിൽ കിടന്നുറങ്ങുന്നു. റോണി ഉറങ്ങിയ ശേഷം സീനു എനയുമായി രസിക്കാൻ തുടങ്ങുന്നു. എന്നാൽ അപ്പോഴേക്കും കുറച്ച് ആളുകൾ അവിടേക്ക് വരുന്നു. അതുകൊണ്ട് സീനു എനയെയും റോണിയെയും കൂട്ടി ഒരു നദിക്കടുത്ത് ബോട്ടിങ്ങിനായി എത്തുന്നു. റോണി ബോട്ടിലിരിക്കുന്നു. സീനു എനയോടും ബോട്ടിൽ കയറാൻ പറയുന്നു. എന്നാൽ ഇത് ശരിയല്ലെന്ന് എനിക്ക് തോന്നുന്നു. കാരണം അവർ റോണിയെ കൊല്ലാൻ വന്നതാണ്. എന്നാൽ സീനു എനയെ ബോട്ടിലിരുത്തി ബോട്ട് ദൂരേക്ക് കൊണ്ടുപോകുന്നു. എന്നിട്ട് റോണിയെ വെള്ളത്തിലേക്ക് തള്ളിയിടുന്നു. എന്നിട്ട് താനും മുങ്ങുന്നതായി അഭിനയിക്കുന്നു. അങ്ങനെ എല്ലാവർക്കും അവരുടെ ബോട്ട് യഥാർത്ഥത്തിൽ മുങ്ങിപ്പോയതായി തോന്നാൻ. വീട്ടിൽ വന്ന ശേഷം എല്ലാവരും വളരെ ദുഃഖിതരാകുന്നു. എമ്മ റോണിയുടെ ശരീരം കണ്ടപ്പോൾ ഉറക്കെ കരയാൻ തുടങ്ങി. കാരണം അവൾ റോണിയെ ഒരുപാട് സ്നേഹിച്ചിരുന്നു. അടുത്ത ദിവസം റോണിയുടെ അന്ത്യകർമ്മങ്ങൾ നടത്തുന്നു. ഇതിനുശേഷം എന സീനുവിനെ കാണാൻ പോകുന്നു. അവർ സന്തോഷത്തോടെ പരസ്പരം അവരുടെ വെള്ളം കുടിപ്പിക്കുന്നു. പണി കഴിഞ്ഞ ശേഷം എന വീട്ടിൽ വരുമ്പോൾ എമ്മ എനയോട് ദേഷ്യപ്പെടുന്നു. എന്റെ മകനെ ശ്രദ്ധിക്കാൻ ഞാൻ നിന്നോട് പറഞ്ഞു, പക്ഷേ നീ അവനെ വെള്ളത്തിൽ മുക്കിക്കൊന്നു. തങ്ങളിത് മനഃപൂർവ്വം ചെയ്തതല്ലെന്ന് എന എമ്മയെ പറഞ്ഞ് മനസ്സിലാക്കുന്നു. ഇതിൽ എമ്മയ്ക്കും തന്റെ ദേഷ്യത്തെക്കുറിച്ച് മനസ്സിലാകുന്നു. ഇപ്പോൾ കുറച്ച് ദിവസങ്ങൾ കടന്നുപോകുന്നു. റോണിയെ കൊന്നശേഷം എനിക്ക് ദുസ്വപ്നങ്ങൾ കാണാൻ തുടങ്ങുകയും രാത്രിയിൽ ഉറക്കം വരാതിരിക്കുകയും ചെയ്തതിനാൽ അവൾ വളരെയധികം വിഷമിച്ചു. മറുവശത്ത് സീനുവിന്റെ അവസ്ഥയും ഇതുതന്നെയായിരുന്നു. അതുകൊണ്ട് അവൻ എനയെ കാണാൻ വരുന്നു. എന സീനുവിനോട് തന്റെ കൂടെ എവിടേക്കെങ്കിലും ദൂരേക്ക് പോകാൻ ആവശ്യപ്പെടുന്നു. എന്നാൽ സീനുവിനെ സമാധാനിപ്പിക്കുകയും എമ്മയുടെ മുന്നിൽ കരയുന്നതായി അഭിനയിക്കാൻ പറയുകയും ചെയ്യുന്നു. അപ്പോൾ എമ്മയ്ക്ക് തോന്നും നീ റോണിയെ ഒരുപാട് മിസ് ചെയ്യുന്നുവെന്ന്. അങ്ങനെ അവർ നിന്നെ എന്നെക്കൊണ്ട് വിവാഹം കഴിപ്പിക്കും. നമ്മൾ സന്തോഷത്തോടെ നമ്മുടെ ജീവിതം ജീവിക്കും, സീനു പറയുന്നു. എന സീനു പറഞ്ഞതുപോലെ ചെയ്യുന്നു. ഇത് കണ്ട് എനിക്ക് ശരിക്കും റോണിയെ ഒരുപാട് ഓർമ്മ വരുന്നുണ്ടെന്ന് എമ്മയ്ക്ക് തോന്നുന്നു. അതുകൊണ്ട് എല്ലാവരുമായി ആലോചിച്ച ശേഷം എമ്മ എനയുടെ രണ്ടാം വിവാഹം നടത്താൻ തീരുമാനിക്കുന്നു. ഇതിനുശേഷം എമ്മ എനയെയും സീനുവിനെയും ഒരുമിച്ച് വിളിച്ച് പരസ്പരം വിവാഹം കഴിക്കാൻ ആവശ്യപ്പെടുന്നു. അപ്പോൾ എനയും സീനുവും സമ്മതിക്കുന്നു. ഇങ്ങനെ സീനുവിന്റെ പദ്ധതി വിജയിക്കുകയും അടുത്ത ദിവസം എനയുടെയും സീനുവിന്റെയും വിവാഹം നടക്കുകയും ചെയ്യുന്നു. ഇപ്പോൾ വിവാഹം കഴിഞ്ഞ ശേഷം സീനുവിന് വളരെ സന്തോഷമുണ്ട്. കാരണം അവൻ കാത്തിരുന്ന ദിവസം ഇന്നെത്തിയിരിക്കുന്നു. എന്നാൽ മറുവശത്ത് റോണിയുടെ മരണത്തിൽ എന ദുഃഖിതയാണ്. തന്റെ സന്തോഷത്തിനുവേണ്ടി താൻ നിഷ്കളങ്കനായ ഭർത്താവിന്റെ ജീവനെടുത്തുവെന്നും ചെറുപ്പം മുതൽ തന്റെ മകളായി കണ്ട് വളർത്തിയ ഒരമ്മയിൽ നിന്ന് അവരുടെ മകനെ തട്ടിയെടുത്തു എന്നും അവൾക്ക് തോന്നുന്നു. നിങ്ങൾ റോണിയെ കൊല്ലേണ്ടിയിരുന്നില്ല, എന സീനുവിനോട് പറയുന്നു. അപ്പോൾ സീനു എനയോട് പറയുന്നു, ഇതിൽ നീയും എന്നെ പിന്തുണച്ചില്ലേ? ഇതിനെ ചൊല്ലി സീനുവും എനയും തമ്മിൽ വാദപ്രതിവാദമുണ്ടാകുന്നു. ഇപ്പോൾ കുറച്ച് ദിവസങ്ങൾ കടന്നുപോകുന്നു. എന്നാൽ എമ്മയ്ക്ക് തന്റെ മകന്റെ മരണം മറക്കാൻ കഴിയുന്നില്ല. അതുകൊണ്ട് സീനുവും എനയും എമ്മയുടെ മൂഡ് മാറ്റാൻ അവളെയും കൊണ്ട് പുറത്ത് കറങ്ങാൻ പോകുന്നു. എന്നാൽ അപ്പോഴാണ് പെട്ടെന്ന് എമ്മയ്ക്ക് ഒരു ഹാർട്ട് അറ്റാക്ക് വരുന്നത്. അതോടെ അവരുടെ കൈകളും കാലുകളും ചലിക്കാതെയാകുന്നു. ഇതിനുശേഷം എനയും സീനുവും ചേർന്ന് എമ്മയെ ശ്രദ്ധിക്കാൻ തുടങ്ങുന്നു. എന്നാൽ കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ എമ്മയുടെ സ്വത്തുക്കളെല്ലാം തന്റെ പേരിലാക്കാൻ വേണ്ടി എമ്മയെ കൊല്ലാൻ സീനു പദ്ധതിയിടുന്നു. സീനുവിന്റെ ഈ ദുഷ്ടപ്രവൃത്തിയെക്കുറിച്ച് എനിക്കും മനസ്സിലാകുന്നു. അതുകൊണ്ട് എന സീനുവിനോട് എമ്മയിൽ നിന്ന് അകന്നു നിൽക്കാൻ പറയുന്നു. ഒരു ദിവസം എന സീമ്മയെ കുളിപ്പിക്കുമ്പോൾ എന്തോ കാര്യത്തെച്ചൊല്ലി എനയും സീനുവും തമ്മിൽ വാക്കുതർക്കമുണ്ടാവുകയും അവർ പരസ്പരം റോണിയുടെ മരണത്തിന് ഉത്തരവാദികളാണെന്ന് കുറ്റപ്പെടുത്തുകയും ചെയ്യുന്നു. ഇതിനിടയിൽ എമ്മയും എനയുടെയും സീനുവിന്റെയും സംഭാഷണങ്ങൾ കേൾക്കുന്നു. റോണിയെ സീനു മനഃപൂർവ്വം കൊന്നതാണെന്ന് എമ്മയ്ക്ക് ഇതിലൂടെ മനസ്സിലാകുന്നു. എനയ്ക്കും സീനുവിനും ശിക്ഷ വാങ്ങിക്കൊടുത്ത് തന്റെ മകന് നീതി നേടിക്കൊടുക്കാൻ വേണ്ടി എമ്മ ഈ സത്യം തന്റെ എല്ലാ സുഹൃത്തുക്കളോടും പറയാൻ ആഗ്രഹിക്കുന്നു. എമ്മ തന്റെ സുഹൃത്തുക്കളോട് സീനുവിനെക്കുറിച്ച് പറയാൻ ശ്രമിക്കുന്നു. എന്നാൽ എമ്മയ്ക്ക് സംസാരിക്കാൻ കഴിയാത്തതുകൊണ്ട് അവളുടെ സുഹൃത്തുക്കൾക്കൊന്നും മനസ്സിലാകുന്നില്ല. മറുവശത്ത് നമ്മൾ സീനുവിനെ കാണുന്നു. അവനൊരു കടയിൽ നിന്ന് വിഷം വാങ്ങുന്നു. കാരണം അവന് സ്വതന്ത്രനാകാൻ വേണ്ടി എനയെയും എമ്മയെയും കൊല്ലാൻ ആഗ്രഹിക്കുന്നു. അതേസമയം
വീട്ടിൽ എമ്മയും മഷി ഉപയോഗിച്ച് തറയിലെഴുതുന്നു, റോണിയെ എനയും സീനുവുമാണ് കൊന്നത് എന്ന്. ഇത് കണ്ട് എമ്മയുടെ എല്ലാ സുഹൃത്തുക്കൾക്കും എനയും സീനുവുമാണ് റോണിയെ കൊന്നതെന്ന് മനസ്സിലാകുന്നു. സീനു വീട്ടിൽ വരുമ്പോൾ അവൻ ഇതെല്ലാം കാണുന്നു. അതുകൊണ്ട് അവൻ പെട്ടെന്ന് എനയുമായി ചേർന്ന് എമ്മയെ കൊല്ലാൻ പദ്ധതിയിടുന്നു. ഇതേക്കുറിച്ച് ആരെങ്കിലും അറിഞ്ഞാൽ നമ്മൾ രണ്ടുപേരും ജയിലിൽ പോകേണ്ടിവരും എന്ന് സീനു എനയോട് പറയുന്നു. അപ്പോൾ സീനുവിനെ പിന്തുണയ്ക്കാൻ എനയും തയ്യാറാകുന്നു. ഇതിനുശേഷം സീനുവും എനയും എമ്മയെയും കൊണ്ട് ഒരു നദിക്കരികിലേക്ക് പോകുന്നു, അവളെ നദിയിൽ മുക്കിക്കൊല്ലാൻ വേണ്ടി. എന്നാൽ അപ്പോഴാണ് എനയ്ക്കും സീനുവിനും അവരുടെ തെറ്റ് മനസ്സിലാകുന്നത്. അവർ ഒരു നിഷ്കളങ്കന്റെ ജീവൻ നേരത്തെ എടുത്തിരുന്നു. ഇപ്പോൾ അവർ മറ്റൊരു പാപം ചെയ്യാൻ പോകുകയാണ്. ഇതിലൂടെ അവർക്കൊരിക്കലും സന്തോഷിക്കാൻ കഴിയില്ലെന്ന് സീനുവിന് തോന്നുന്നു. അതുകൊണ്ട് ഇപ്പോൾ സ്വയം മരിക്കാൻ എനയും സീനുവും തീരുമാനിക്കുന്നു. സീനു വിഷം ഒരു കുപ്പിയിൽ കലർത്തുന്നു. അതിനുശേഷം അവർ രണ്ടുപേരും അത് കുടിക്കുന്നു. അതോടെ അവർ രണ്ടുപേരും അവിടെ വച്ച് മരിക്കുന്നു. ഇങ്ങനെ എനയും സീനുവും തങ്ങൾ ചെയ്ത പാപങ്ങൾക്ക് സ്വയം ശിക്ഷ നൽകുന്നു. ഇപ്പോൾ എമ്മയുടെ എല്ലാ സുഹൃത്തുക്കളും എമ്മയെ കൂട്ടിക്കൊണ്ടുപോകാൻ അവിടെ എത്തുന്നു. ഈ സസ്പെൻസോടെ ഈ സിനിമയുടെ ശുഭാന്ത്യം സംഭവിക്കുന്നു.